അത് സുമതിയാണെന്ന് ഞാൻ ലേറ്റായിട്ടാ വന്നത്. ഇല്ല, ഒന്നും 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 ഒരു സ്റ്റഡിയും അവർ നടത്തിയിട്ടില്ല. പേര് മാത്രമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ എന്ത് കെട്ടുകഥയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് അതിനോട് നമ്മളൊക്കെ പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട്. ആ മാന്യത ഇതിന്റെ റൈറ്ററോ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ മോശം. ഇല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ രസമുണ്ട് കണ്ടോണ്ടിരിക്കുക. നല്ല സിനിമ. ഇല്ല കുഴപ്പമില്ല, മൊത്തത്തിൽ കൊള്ളാം. കുഴപ്പമില്ല. സിനിമയുടെ ഒന്ന് കണ്ടോണ്ടിരിക്കുക. പണ്ടത്തെ ഒരു ഓർമ്മ നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ളൂ. ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. നല്ല സിനിമ കൊള്ളാം. അല്ല, അതെനിക്ക് എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബിലോ ആവറേജ്, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നല്ലൊരാളെ കൊടുത്തിരുന്നെങ്കിൽ പടം നല്ല കുറച്ചുകൂടി ഇതായാണ്. സ്ക്രിപ്റ്റ് ഒരു ആവറേജ് സ്ക്രിപ്റ്റ് ആണ്, നല്ല കഥയാണ്. ആ ഒരു പാറ്റേണിൽ പറഞ്ഞ തന്നെ കൊള്ളാം. അങ്ങനെയൊന്നുമില്ല, കുറച്ച് പേടിയുണ്ട്. നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് ഒക്കെ അത്യാവശ്യം പഠിക്കാനുള്ളതുണ്ട്. ഇത് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളെ ഇവിടുത്തെ സുമതി വളവ് അതല്ല സുമതി വളവ് അവിടെ കുളത്തുപുഴയോട്ട് പോകുന്ന ആ ഭാഗമാണ് അവർ ഉദ്ദേശിക്കണം. പക്ഷെ നമ്മുടെ അവിടുത്തെ വളവ് ഇതും തമ്മിലൊരു ബന്ധമൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഒക്കെ അടിപൊളിയാണ്. കൊള്ളാം. ഫസ്റ്റിലായിരുന്നു കറക്റ്റ് കാര്യങ്ങളൊക്കെ വന്നത്. കൊള്ളാം, ഒരു കോമഡി ഹൊറൊക്കെ കുഴപ്പമില്ല. രോമാഞ്ചം വരുന്നുണ്ട്. നല്ല പടം. എടുത്തു പറയേണ്ട അർജുൻ അശോകന്റെ അഭിനയം കൊള്ളാം. പിന്നെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് എല്ലാം കുഴപ്പമില്ല, കൊള്ളാം. ഓക്കെ എന്ന് പറയാം. പടം കൊള്ളാം. എടുത്തു പറയുകയാണെങ്കിൽ നല്ല ഫാമിലി പടമാണ്. കണ്ടോണ്ടിരിക്കാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നൈസാണ് മൂവി. കല്ലാലുള്ള സുന്ദര കഥയല്ല, ലൊക്കേഷൻ കാര്യങ്ങൾ പറയണം. പക്ഷെ ആ കഥ സ്റ്റോറി പറയുമ്പോൾ ആയിട്ട് വരുന്നുണ്ട്. ആ പ്രേക്ഷകർക്കുള്ള എല്ലാം ഉണ്ട്. ആ കഥ നമുക്ക് ആ സുമതിയെ പറ്റിയുള്ള കഥ നമുക്ക് ഇത് കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ട്. പേടിക്കാനുള്ള ഒരെണ്ണം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് ഞെട്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ലെവൽ വരുന്നില്ല, എന്നാലും കോമഡി അതിലും കുഴപ്പമില്ല. നല്ല പടം. പടം കൊള്ളാം ബ്രോ. നല്ല സുമതി പ്രതീക്ഷ പോയിട്ട് അർജുന അശോകനെ കണ്ട പ്രതീക്ഷ ലെവലിൽ എത്തിയില്ല പടം. ഇല്ല, സ്മൃതി കുളമായിട്ട് പോയിട്ടില്ല. പക്ഷെ കേട്ടിട്ടുണ്ട്. ആ ഒരു റിലേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മളെ വലിയ ലോജിക്കൊന്നും നോക്കണ്ട, അല്ലാതെ കാണാം. ഒരു ചെറിയ ഒരു ഫീലൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെന്തായാലും കൊള്ളാം. പിന്നെ ഒരു ലാസ്റ്റ് ഒരു വൈൻഡ് അപ്പ് ചെയ്യുന്നതിനൊക്കെ ഒരു ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മേക്കിംഗ് കുഴപ്പമില്ല. എന്തായാലും ഒരു ത്രൊക്കെയുള്ള ഒരു രീതിയിൽ എന്തെങ്കിലും കാണാൻ കൊള്ളാം. പെർഫോമൻസ് വൈസ് അശോകന്റെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി അതിനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് കണ്ടിരിക്കാം. ഈ ഒരു ടൈമിൽ ഇറങ്ങുന്നതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള മൂവിയല്ലേ. സോങ്സ് എനിക്ക് അത് ആപ്റ്റായിട്ട് തോന്നിയില്ല. നമുക്കത് പലയിടത്തും അതൊരു കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാത്ത പോലെ തോന്നി. അത് നോക്കി കുറച്ചുകൂടെ ഇതായിരിക്കും. പിന്നെ കഥ വൈസ് ഒരു വെറൈറ്റി ആയിട്ട് അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള റോൾ അവർ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവർ അതിൽ മൂടുന്ന് മാറ്റിയിട്ടുണ്ട്. അത് വലിയ താങ്ക്സ്. ഇനിയിപ്പോൾ രാത്രിയൊക്കെ നമുക്ക് പേടിയൊന്നും ഇല്ലാതെ ഈ കെട്ടുകളും തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തൊരു ആളാണ്. അപ്പം അതുകൊണ്ട് ആധികാരികമായിട്ട് പറയാനും പറ്റും. നമ്മൾ അതിൽ അങ്ങനത്തെ ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷെ അവിടുത്തെ മനുഷ്യന്മാർ വിശ്വസിക്കുന്നുണ്ട്, ഇന്നും വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. അയാളുടെ മാളികപ്പുറമാണെങ്കിലും ഇതിനു മുമ്പേ സുരാജിനെ വെച്ച് എടുത്ത പടമാണെന്നുണ്ടെങ്കിലും നല്ല